കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല AE ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഭിന്നശേഷി നിയമത്തിന്റെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ നിയമനങ്ങൾ മരവിപ്പിക്കുന്ന അവ്യക്തമായ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന് KPSTA ആവശ്യപ്പെട്ടു. ചേർത്തല ഉപജില്ലയുടെ വിവിധ സ്കൂളുകളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി ജോൺ ബോസ്കോ ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീഹരി മുഖ്യപ്രഭാഷണം നടത്തി. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KD അജ്മോൻ, പ്രസിഡന്റ് ER ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ജോലിയുള്ളവർ, ശമ്പളം വാങ്ങുന്നവർ, അവര് ആ ഒരു നമ്മളുടെ ജോലിയില്ലാതിരുന്ന കാലത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം. കാരണം വളരെ കഷ്ടപ്പെട്ട് ടെസ്റ്റുകൾ എഴുതി അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന് അപേക്ഷ കൊടുത്ത് എത്ര കാലം കാത്തിരുന്ന് ഇന്റർവ്യൂ ഒക്കെ നടത്തി അങ്ങനെ ജോലി ലഭിക്കുന്നവരാണ്. അവർക്ക് KER പ്രകാരം തന്നെ ഉണ്ട് ഇത്ര ദിവസങ്ങൾക്കകം നിയമനം അംഗീകരിച്ച് നൽകണം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം പറഞ്ഞ് റിജക്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിലെല്ലാം നൂലാമാലകളിൽ തളച്ചിടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലുടനീളം കാണുന്നത്. വലിയ അധ്യാപക രോഷമാണ് മൊത്തത്തിലുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 164 ഉപജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഈ മാർച്ച് നടക്കുകയാണ്. അവിടെയെല്ലാം വലിയ അധ്യാപക പങ്കാളിത്തമാണ്. കേരളത്തിലെ അധ്യാപകർ മാത്രമല്ല, പൊതുസമൂഹവും വളരെ ഉത്കണ്ഠയോടുകൂടി ഇതിനെ കാണുകയാണ്. കാരണം ഈ കുട്ടി പഠിപ്പിച്ച കുട്ടികളും അവരുടെ രക്ഷിതാക്കളുടെയും അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ദാരുണ സംഭവം ആ ടീച്ചറുണ്ടായപ്പോൾ ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളും അനുഭവിച്ച മാനസിക സംഘർഷം എന്തായിരിക്കും? ഇത് ഒരു കേരളീയ സമൂഹം മുഴുവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പരിഹരിക്കുകയല്ല, ദുരന്തങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ അധ്യാപക നിയമനങ്ങളും അത് സാധാരണ രീതിയിൽ പാസ്സാക്കുന്നതാണെങ്കിൽ ഉടനെ പാസ്സാക്കി നൽകണം.